രാഷ്ട്രീയ വിവാദങ്ങൾ തുടരുന്നതിനിടെ SNDP യോഗം NSS എന്നീ സംഘടനകളുടെ ജനറൽ സെക്രട്ടറിമാരെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നേരിട്ടെത്തി ക്ഷണിച്ചു. NS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ NS ആസ്ഥാനമായ പെരുന്നയിലെത്തിയും വെള്ളാപ്പള്ളി നടേശനെ കണിച്ചുകുളങ്ങരയെ തൻ്റെ വീട്ടിലെത്തിയുമാണ് PS പ്രശാന്ത് ക്ഷണിച്ചത്. ഇരുവരും സംഗമത്തിന് പിന്തുണ നൽകി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അങ്ങനെയാണ് പുറത്തു പറയുന്നത്. ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ നീക്കമാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷം ശക്തമായ എതിർപ്പാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. ഈ പശ്ചാത്തലത്തിലാണ് സാമുദായിക സംഘടനകളുടെ പിന്തുണ ഉറപ്പിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായാണ് SNDP NSS നേതൃത്വങ്ങളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ആദ്യം കണ്ടത്. ഇരുവരും പൂർണ്ണ പിന്തുണ നൽകിയെന്ന PS പ്രശാന്ത്. പിന്തുണയും അദ്ദേഹത്തിന്റെ എല്ലാവിധമായ നിർദ്ദേശവും ഒക്കെ ഇതിനുണ്ട് എന്ന് കൃത്യമായി അറിയിക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതിനിധി എന്തായാലും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കും. കൂടിക്കാഴ്ചയെക്കുറിച്ച് പരസ്യ പ്രതികരണത്തിന് NSS ജനറൽ സെക്രട്ടറി തയ്യാറായില്ല. എന്നാൽ സംഘപരിവാർ പന്തളത്ത് നടത്തുന്ന ബദൽ സംഗമത്തെ വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചു. തിരിഞ്ഞു നിന്ന് കുത്താൻ ശ്രമിക്കുന്നവര് സ്വയം കുത്ത് അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതല്ലാതെ ഈ സംരംഭത്തിന് യാതൊരു കുറവും വരാതെ ഭക്തജനങ്ങൾ ഇത് രണ്ടു കൈയും ഇപ്പോഴേ സ്വീകരിച്ച് കഴിഞ്ഞു. അയ്യപ്പ സംഗമത്തിലൂടെ വർഗീയ ശക്തികൾക്ക് സർക്കാർ ഇടം നൽകുകയാണെന്ന് VD സതീശൻ വിമർശിച്ചപ്പോൾ ആചാരങ്ങൾ തിരുത്താനുള്ളതാണെന്ന മുഖ്യമന്ത്രിയുടെ ആദ്യ നിലപാട് ഇപ്പോഴുണ്ടോ എന്ന് V മുരളീധരനും ചോദിച്ചു. വർഗീയവാദികൾക്കും വർഗീയ സംഘടനകൾക്കും സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന സമീപനമാണ് ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആചാരങ്ങൾ തിരുത്താനുള്ളതാണ് എന്നാണ് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നത്. ആ നിലപാട് തന്നെയാണോ മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും ഉള്ളത്? NSSനെയും SNDPയെയും അനുനയിപ്പിച്ച സാഹചര്യത്തിൽ മറ്റു സമുദായങ്ങളെയും നേരിട്ട് കണ്ട് ക്ഷണിക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. 24 കോട്ടയം, ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.